നിങ്ങളുടെ ഒരു കുറച്ചുകൂടെ ഒരു ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പോൾ മലാവി നിങ്ങളെ മെച്ചപ്പെടുത്തിയെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഈ നിങ്ങൾക്കിടയിലുള്ളൊരു ബോണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും കുടുംബം നടന്നു പോകണമല്ലോ. അപ്പോൾ ഇത് ശരിക്കും ബോണ്ട് കൂട്ടുവാണോ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഈ ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം? ഞങ്ങൾക്കിടയിൽ നല്ല ബോണ്ട് തന്നെയാ. നല്ല അടി കൊടുക്കും? അടിയില്ല. അടിയില്ല, മാന്തലേ ഉള്ളൂ. കടിക്കുമല്ലേ പിടിച്ച്? എങ്ങനെയാ അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ സുമിക്കും നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു, അതേ അരുണിന്റെ കൂടെ കൂടുമ്പോഴാണോ? ഞാൻ അരുണേട്ടന്റെ കൂടെ കൂടിയിട്ടാ അങ്ങനെ ഇത്. ഞാനിങ്ങനെ ഒരു ഒതുങ്ങിയ ടൈപ്പായിരുന്നു. പിന്നെ എൻ്റെ ഇപ്പൊ കാണുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും അന്ന് ഇങ്ങനെ ഒതുങ്ങി ഇരുന്ന ഒരാളാണ് ഇങ്ങനെ സംസാരിച്ച് വീഡിയോ ചെയ്യണതെന്ന് കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റണില്ല. എന്നെ എന്താ പറയാ കുറച്ചും കൂടി ഒന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ എല്ലാരോടും ഇങ്ങനെ ഒരു ഫോൺ എടുത്തിട്ട് അതിന് മുന്നിൽ പറയാനൊക്കെ കാപ്പബിലിറ്റി ആക്കി തന്നത് അരുണേട്ടനാണ്. അരുണേട്ടന്റെ തോളിൽ തൂങ്ങിയല്ല, അല്ല തിരിച്ചാണല്ലേ, അരുണേട്ടൻ തോളിൽ തൂങ്ങിയാണല്ലോ കംപ്ലീറ്റ് വീഡിയോസ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? അതിനൊരു മാറ്റം ഇല്ല. ഞങ്ങളെ ഇൻട്രോ അങ്ങനെയാണ്. ഇൻട്രോ അങ്ങനെ തന്നെ മതിയെന്ന്. അതാണ് നിങ്ങളെ ഞങ്ങൾക്ക് കുറച്ച് കംഫർട്ടബിൾ. നിങ്ങൾ കാണുന്നവർക്കും ഇഷ്ടമാണല്ലേ? പിന്നെ ഞങ്ങൾ എന്താ പറയുക, എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ആദ്യം സിറ്റിയിലായിരുന്നല്ലോ ആ സമയത്ത് ഈ വില്ലേജിൽ നിന്ന് വന്ന പയ്യന്മാരാണ് ലോഡിങ് അൺലോഡിങ് ചെയ്യുന്നത്. അവരോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അപ്പോൾ ഈ വില്ലേജിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അപ്പോൾ വില്ലേജിലെ കാര്യങ്ങളൊക്കെ ചോദിക്കും, ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത് അറിയാനൊക്കെ ക്യൂരിയോസിറ്റിയൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു പയ്യൻ നമ്മൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എൻ്റെ കൂടെ വാ, നമുക്ക് ഒരു ദിവസം വില്ലേജ് കാണാൻ പോകാം. അപ്പോൾ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് അന്ന് ജോലിയില്ല, ഉച്ച 12 മണിക്ക് വരെ ശനിയാഴ്ച ഡ്യൂട്ടി ഉള്ളൂ. അപ്പോൾ എനിക്കൊരു സൈക്കിളുണ്ട്. അപ്പോൾ ഈ സൈക്കിളിൽ ഞങ്ങളിങ്ങനെ കറങ്ങി പോകുമായിരുന്നു, ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ചവിട്ടാനൊക്കെ വേണ്ടി മേടിച്ചൊരു സൈക്കിൾ. ഇവൻ്റെ കൂടെ ഞാനും സൈക്കിളിൽ പോയി, ഇവൻ്റെ വില്ലേജിൽ പോയി. അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കയിൽ അല്ലെ മലാവിയിലെ ആളുകൾക്ക് വേറൊരു ജീവിത രീതിയുണ്ട്, ലൈഫുണ്ട്. കാരണം സിറ്റി കാണുന്ന എല്ലാവർക്കും BMW, ബെൻസ്, ഇങ്ങനത്തെ ലക്ഷറി ലൈഫ്, പാർട്ടി, ബാറുകൾ, കാസിനോ, ഇതിലൊക്കെ എൻജോയ് ചെയ്ത് നടക്കുന്ന നല്ല വെൽ ഡ്രസ്സായിട്ട് നടക്കുന്ന ആഫ്രിക്കൻസിനെ നമ്മൾ കാണുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പയ്യന്മാരാണെങ്കിലും അവർ വരുന്ന വെൽ ഡ്രസ്സിലാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ ലൈഫ് ഇങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന് നമുക്കറിയില്ല. കുട്ടികളെ കാണുമ്പോൾ നമ്മുടെ ആണെങ്കിലും കുട്ടികൾ മണ്ണിലൊക്കെ കളിച്ച് കീറിയ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ഇവരുടെ ജീവിതങ്ങളൊക്കെ കാണിക്കുക, ഇതിനകത്ത് റവന്യൂ കിട്ടും. അപ്പോൾ എൻ്റെ വിചാരം എന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പൈസ ഒന്ന് കയറിക്കൊള്ളുന്നതാണ്. അപ്പോൾ എൻ്റെ മെൻറ്റാലിറ്റി തന്നെ. ഇപ്പോൾ ആളുകൾ ഇഷ്ടംപോലെ ഈ നമ്മുടെ വീഡിയോ കിടന്ന എല്ലാവരും ലക്ഷറി വാഹനങ്ങൾ മേടിക്കുന്നു, വലിയ കണ്ടന്റ് ഒന്നുമില്ല, എന്ത് കാണിച്ചാലും ആളുകൾ. അപ്പോൾ ഞാനങ്ങനെ വിചാരിക്കുന്നത് പെട്ടെന്ന് കയറി പോകുന്ന സാധനമാണ്. ഞാൻ പോയൊരു വീഡിയോ കിട്ടു, അപ്പോൾ അവരെ വില്ലേജൊക്കെ കാണിച്ചു, ആരും കാണുന്നൊന്നുമില്ല. നമ്മുടെ ഫാമിലി ആൾക്കാർക്ക് അയച്ചു കൊടുക്കും, ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയും, ഷെയർ ചെയ്യാൻ പറയും. അപ്പോൾ അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പിന്നെ പ്ലാൻ ചെയ്തു, എന്തായാലും സാലറിൻ്റെ ഒരു ചെറിയ ഭാഗം മാറ്റി വെച്ചിട്ട് അതുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളോട് ഇടയ്ക്ക് വില്ലേജിൽ പോവും, കുറച്ച് ഫുഡ് ഐറ്റങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ ചെറിയ രീതിയിൽ പരിപാടികൾ ചെയ്തു പോയി. പെട്ടെന്ന് കൊറോണ വന്നു. എനിക്ക് കൊറോണ പോസിറ്റീവാണ്. അപ്പോൾ ഞാൻ ക്വാറൻറ്റൈൻ ഇരിക്കുകയാണ്. ക്വാറൻറ്റൈൻ ഇരുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു, ഞങ്ങളുടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരു ജോലി വേക്കൻസി ഉണ്ട്, താല്പര്യമുണ്ട് വരാമെന്ന്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലാവിലെ നമ്പർ 1 കമ്പനിയാണ്. അവിടേക്ക് ഒരു ജോലി വേക്കൻസി കിട്ടാൻ വേണ്ടി ആൾക്കാർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇത്രയും കണക്ഷനുള്ള സ്ഥലത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ജോലി വേണമെന്ന് വെച്ചാൽ ഞാൻ കരുതി ഇപ്പോൾ വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണെന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, കിട്ടിയാൽ താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അന്ന് അടുത്ത ദിവസം തന്നെ കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ക്വാറൻറ്റൈനിലാണ്, അടുത്ത കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. പറഞ്ഞു ഓക്കെ, അവിടെ നിന്ന് സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾ കയറിക്കോളൂ, വേക്കൻസി ഉണ്ട്, കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മാവനെ വിളിച്ചു പറഞ്ഞു, അമ്മാവൻ ഈ കമ്പനി ജോലി കിട്ടുകയാണെങ്കിൽ ഗവൺമെൻറ് ജോലി കിട്ടിയവരെയാണ്, നേരിട്ട് കയറിക്കോ, ഇനിയിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും വേണ്ടില്ല, മറ്റൊന്ന് റിസൈൻ ചെയ്ത് കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടുത്തെ കമ്പനിയിലും പറഞ്ഞ് അങ്ങനെ ജോലി കിട്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കണമെന്ന് വെച്ചാൽ, ഞാനിതിങ്ങനെ ചെയ്യാൻ പോയതുകൊണ്ട് ഞാനൊരു എമൗണ്ട് മാറ്റി വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനേക്കാളും കൂടുതൽ മാറ്റി വെക്കാൻ, അതിനെക്കൊണ്ട് ചെയ്യാനൊക്കെ ആയിരിക്കും എന്നെ മാറ്റി വിചാരിച്ചു. പക്ഷേ പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടുന്നത് 700 കിലോമീറ്റർ ദൂരെയുള്ളൊരു വില്ലേജിലേക്കാണ്. ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു ഈ കമ്പനിയുടെ സിറ്റിയിലുള്ള ഏതെങ്കിലും ഓഫീസിലൊക്കെ ആയിരിക്കും നമുക്ക് ജോലി ഉണ്ടാവുക. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ ജോലിയുള്ളത് ഇന്ന സ്ഥലത്താണ്, അപ്പോൾ നിങ്ങൾ ഇന്ന ദിവസം അങ്ങോട്ട് പോകാൻ തയ്യാറാക്കൾ, വണ്ടി വരുന്നു. അങ്ങനെ അവിടെ നിന്ന് യാത്ര ചെയ്ത് നമ്മൾ സിറ്റി വിട്ട് കഴിയുമ്പോഴാണ് നമ്മളിങ്ങനെ കാണുന്നത് പുല്ല് മേഞ്ഞ വീടുകളും ഇങ്ങനെ ഡ്രൈ ആയി കിടക്കുന്ന നിലങ്ങളും. ഇതിനിടയിൽ കൂടെ 100-700 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോയ സമയത്താണ് ഈ കുട്ടികൾ മഴ നനഞ്ഞ് നിൽക്കുന്നതും. അവിടുന്ന് നമുക്ക് എന്തോ ഇത് ചെയ്യാൻ പറ്റുന്നോ എന്തോ ഒരു ഇതുകൊണ്ട് അങ്ങനെ നടന്നു പോണ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, ഞാൻ സുമിനോട് എപ്പോഴും പറയും, നമ്മൾ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ പൈസ കളയുന്നതിനേക്കാളും ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ദൈവികത ഉണ്ടാകുന്നത്, അവിടെയാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും അമ്മേനോടൊക്കെ പറയും, എന്തെങ്കിലും കാര്യം പറയും, നമ്മളങ്ങനെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നമുക്ക്
പിന്നെ ഇതുവരെ സത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ല. ഒരു തരത്തിൽ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. അതുവരെയുള്ള ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോ ഉണ്ട്, ഞങ്ങൾ ജീവിച്ച സാഹചര്യം എന്തായാലും അതിന്ന് മലാവി മാറ്റിയതാണ്. മലാവിലൊരു 3 വർഷത്തെ ജീവിതം കൊണ്ട് മാറി വന്നതാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ പ്രവാസമായിട്ട് ജീവിക്കും, ഒരുപാട് വർഷങ്ങൾ എടുത്ത് ചെയ്യേണ്ട കാര്യം പലപ്പോഴും എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരോട് നിങ്ങൾ ഇത്രയും ചെറിയ സമയം കൊണ്ട് ഇത് ചെയ്തെന്നുണ്ടെങ്കിൽ അതൊരു സംഭവം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ കാരണം നമുക്ക് വേറെ നമ്മളെ കിട്ടുന്ന സാലറി തന്നെ മാറ്റി വെച്ച് അതിനും കൂടെ ഈ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെയും സ്റ്റെക്കായി പോകാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്തു പോയി. ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷെ എല്ലാം ഞങ്ങൾക്ക് അതിൻ്റെ രീതിയിൽ നടന്നു പോകുന്നുണ്ട്. എവിടെയും ബുദ്ധിമുട്ടില്ല, സന്തോഷം മാത്രം ഉണ്ടായിട്ടുള്ളത്. ബുദ്ധിമുട്ടോ ഒരിക്കലും സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യം ഒന്നും വന്നിട്ടില്ല. അത് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അതുകൊണ്ടാണെന്നാണ്. ഈ നാട്ടുകാരൊക്കെ നിങ്ങളെ ഇപ്പൊ എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങളിപ്പോ പ്രതീക്ഷിക്കുന്നേക്കാളും ഓരോ വീടുകളിലും ഞങ്ങൾ ചെല്ലുമ്പോഴേ ഞങ്ങൾ വിചാരിക്കുന്ന പോലെ ആളുകൾ ഞങ്ങളെ ഭയങ്കര പരിചയമാണ്, പക്ഷെ ഞങ്ങൾക്ക് അവരറിയില്ലോ. പക്ഷെ അവർ ഞങ്ങളോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് ആളുകളോട് സംസാരിക്കുന്ന പോലെയാണ്. സുമി വാ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പിടിച്ചിരുത്തി വർത്താനം പറയും. നമ്മളവരെ ആദ്യമായിട്ട് കാണായിരിക്കും, പക്ഷെ അവര് നമ്മളെ കണ്ട് 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 വീട്ടിലെ ഒരാളെ പോലെ വാ ഇരിക്കി കഴിക്കുക, എന്താ വേണ്ട, അതല്ല ഇഷ്ടം അതല്ല ഇഷ്ടം അങ്ങനെയൊക്കെ ചോദിച്ച് നമ്മളെ ശരിക്കും അത് ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ഒരുപാട് വ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഉള്ള കുറച്ച് ആൾക്കാർ നമ്മളെ നിരന്തരം കാണുകയും ഫോളോ അപ്പ് ചെയ്യുകയും വിളിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. നിരന്തരം കമന്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. സാധാരണ ഫാമിലി വ്ളോഗേഴ്സ് പോലെ അല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിമർശിച്ചൊക്കെ കളിയാക്കിയൊക്കെ സംസാരിക്കുന്നുണ്ട്. മറ്റേ ചക്കരയും ഈച്ചയും പോലെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റൊക്കെ ഞാൻ കുറച്ച് കണ്ടായിരുന്നു. കുറച്ചുകൂടെ ഒരു ഗൗരവ സ്വഭാവത്തിലുള്ള വ്ളോഗ് ആണെന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ എന്താ വെച്ചാൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാറില്ല. ഞങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് വീഡിയോ എടുക്കുക ചെയ്യുക. പലപ്പോഴും ഞങ്ങളെ വീഡിയോ ഈ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പല സ്ഥാപനത്തിനും വിളിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ വീഡിയോ നിങ്ങൾക്ക് ഇത്ര മില്യൺ വ്യൂസിലേക്ക് എത്തും, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാർക്കറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഞങ്ങൾ ഒരു വട്ടം ഞാൻ ഇങ്ങനെ എത്ര വ്യൂസൊക്കെ കിട്ടുമെങ്കിൽ ഓക്കെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കുന്നതിൽ അവരൊരു ഐഡിയാസ് പറഞ്ഞു തരും. കുട്ടികളുടെ ഇമോഷൻ സീനുകൾ, ഇവരുടെ മറ്റ് ദാരിദ്ര്യമായ സിറ്റുവേഷൻസ്, ഇതൊക്കെ ആയിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എങ്കിലേ ആളുകളിലേക്ക് എത്തും. അപ്പോൾ ഞങ്ങളെ വീഡിയോയിൽ ഇല്ലാത്തൊരു കാര്യം അതാണ്, ഞങ്ങളത് ചെയ്യില്ല. അതിനിപ്പോൾ ഞങ്ങൾക്ക് എത്ര വ്യൂ കിട്ടുമെന്ന് പറഞ്ഞാലും ഞങ്ങളത് ചെയ്യില്ല. അങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റും ഞങ്ങൾക്കറിയാം. അതേപോലെ നെഗറ്റീവ് ഉണ്ടാക്കിയെടുക്കുക, ഒരു നെഗറ്റീവ് തമ്പനെയിലുകളൊക്കെ ഇട്ടിട്ട് അങ്ങനെ നിങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അങ്ങനെ നെഗറ്റീവ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ കുട്ടികളുണ്ട്, ആ കുട്ടികളെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളവിടെ ചെല്ലുന്ന സ്ഥലം എന്താണോ അവിടുത്തെ അതിൽ നിന്ന് അവർക്ക് എന്ത് മാറ്റം വരുത്തി എന്നുള്ളതാണ് ഞങ്ങളെ വീഡിയോ ഉണ്ടാവുക. ഒരിക്കലും ഞങ്ങൾ കുട്ടികളെ മോശമായ വസ്ത്രം ഇട്ടുള്ള ഒരു കുട്ടീനെ പോലും വീഡിയോയിൽ കാണിക്കില്ല. ഞങ്ങൾ അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കും, അവരോട് കുളിച്ച് നീറ്റായിട്ട് വന്നിരിക്കാൻ പറയും. ഇത് ആയിരക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു സംഭവമാണ്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളൊരിക്കലും ഒരു മോശം നമ്മുടെ രാജ്യം അങ്ങനെ എപ്പോഴും ഞങ്ങളുടെ രാജ്യം തന്നെ ഞങ്ങൾ അവരോടും പറയാം, ഇതും ഞങ്ങളൊരു രാജ്യമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ല വൃത്തിയിലായിരിക്കണം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി യൂട്യൂബ് വരെ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ അവർക്ക്. കാരണം നാളെ ഒരാൾ വന്നിട്ട് ഇവരോട് പറയരുത് ഇവർ നിങ്ങളെ ചൂഷണം ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു വീഡിയോ എടുത്തതിന് എത്ര ഡോളർ കിട്ടുന്നുണ്ട്, ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് കിട്ടിയത്. നിങ്ങളൊക്കെ നല്ല ആക്റ്റീവായിരുന്നു, നിങ്ങൾ ആക്റ്റീവായിട്ട് പണിയെടുത്തപ്പോൾ നാട്ടിലെ ആൾക്കാർ ഇത് നല്ല രീതിയിൽ കണ്ടു, അതുകൊണ്ട് കണ്ട്. ഇപ്പോൾ നിങ്ങളൊരു കിണർ കുഴിക്കുകയാണ്, ഞങ്ങൾ കിണർ കുഴിക്കണം. ഇപ്പോൾ 6 കിണറുകൾ കുഴിച്ചവിടെ. ആദ്യമായിട്ട് ആഫ്രിക്കയിൽ ഒരു കേരള മോഡൽ കിണർ കുഴിക്കുന്നത് ഞങ്ങളാണ്. കേരളത്തിൻ്റെ തൊട്ടിയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കിണർ സംവിധാനം കൊണ്ടിരുന്നതും അവിടെ ഞങ്ങളാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ കിണർ കുഴിക്കുന്ന സമയത്ത് ഈ ആഴ്ച ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് പോയി, അടുത്ത ആഴ്ച ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. ഈ വരുന്ന സമയത്ത് നിങ്ങൾ ആ സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കും നിങ്ങൾ മടിയന്മാരാണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്തൊരു കാര്യമില്ല, ഞങ്ങളോട് നിർത്തി പോകാനേ പറയത്തില്ല. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം, ആക്റ്റീവായിട്ട് ജോലി ചെയ്യണം. 1 മീറ്റർ 2 മീറ്റർ താന്നു പോയത് നമുക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ അവരെ കുഴിച്ച് കാണിക്കും. ഞങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കും, ഇത് കണ്ടോ ആളുകളുടെ കമൻറ്റ് എന്താണ്, നിങ്ങൾ ഓരോ ആൾക്കാരെക്കുറിച്ച് ഞങ്ങളുടെ ആൾക്കാർ എന്താണ് പറയുന്നത് നോക്ക്, നിങ്ങൾ മടിയന്മാരാണെന്ന് പറയരുത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കുകയും വീഡിയോ എടുത്ത് തന്നെ റവന്യൂ കിട്ടും, ആ റവന്യൂ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒരിക്കലും ഞങ്ങളെ ഒരു നെഗറ്റീവോ അല്ല ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിനോ ഫാമിലിക്കോ നമ്മൾ കാരണം ഇങ്ങനൊരു പ്രവർത്തനം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളെപ്പോഴും സോഷ്യൽ വർക്കേഴ്സ് എന്നുള്ള പേരേ ഉപയോഗിക്കാറില്ല. ഞങ്ങളെപ്പോഴും ഞങ്ങൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്നു, ഞങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ വീട് ജീവിക്കുന്നുണ്ട്, അതുകൊണ്ട് ആ രാജ്യത്തിന് ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പറയും. ഒരിക്കലും സോഷ്യൽ വർക്കേഴ്സ് ഞങ്ങൾ ഉപയോഗിക്കരുതേന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഞങ്ങൾ കമന്റ് ചെയ്താൽ അപ്പോൾ തന്നെ കമന്റ് റിപ്ലൈ പറയാറുണ്ട് ചാരിറ്റി വർക്കാണെന്ന്. അപ്പൊ ഞങ്ങൾ തിരുത്തി കൊടുക്കാറുണ്ട്, ചാരിറ്റി വർക്ക് അല്ല, ഞങ്ങളുടെ ഒരു ഒഴിവ് സമയം, ഞങ്ങൾക്ക് വേറെ അവിടെ ഒന്നും ചെയ്യാനില്ല, ഞങ്ങളുടെ ഒരു ഒഴിവ് സമയം നമ്മുടെ സന്തോഷം
റെസ്പോൺസിബിലിറ്റി ആ രീതിയിലാ ചെയ്യണമെന്ന്. ഇങ്ങനെയൊക്കെ പറയാൻ ആരും പറഞ്ഞു തന്നോ? ഇല്ലല്ല. ഭയങ്കര ബുദ്ധിയാണല്ലോ. ശരിക്കും നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുക കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിതിങ്ങനെ കേട്ടിരിക്കുക, കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വളരെ കൃത്യമാണ്. അധികം ഒന്നും പറയുന്നില്ല. ഇങ്ങനെ വർത്താനം കേട്ടോണ്ട് തന്നെ ഇരിക്കാൻ തോന്നുന്നുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നാട് തന്നെയാണ് നിങ്ങളിപ്പോൾ അതിനെ കാണുന്നത്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ എൻ്റെ നാടിൻ്റെ പോത്തുകല്ല് ഗ്രാമപഞ്ചായത്താണ്. അവിടെ കൂവക്കോൽ എന്ന് പറഞ്ഞൊരു മലയുടെ മുകളിൽ ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്തുള്ള നമ്മുടെ ചുറ്റുപാട് ആളുകളുടെ ജീവിത രീതികളുമായിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട്. ഞാൻ ജീവിച്ചതും കട്ട കൊണ്ട് തേക്കാത്തൊരു വീട്ടിൽ, നിലമിടാത്ത വീട്ടിൽ, ചാണകം മെഴുകിയ വീട്ടിൽ, ഓല പേഞ്ഞ വീട്ടിൽ നിലത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അത് എങ്ങനെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓടിട്ട് വീടുണ്ടാക്കി. അതും ഒരുപാട് കാലം ഉള്ളും പുറമൊന്നും തേച്ചിട്ടില്ല, ഇങ്ങനെ ജീവിച്ചു പോകുന്നു. പിന്നെ കുറച്ച് പൈസ കിട്ടിയപ്പോൾ അത് തേച്ചുണ്ടായി, ഉള്ളു മാത്രം. ഇപ്പോഴും വീടിൻ്റെ സൈഡൊന്നും തേച്ചിട്ടില്ല. ആ വീടിൻ്റെ വീട്ടിൽ ഇപ്പോഴും കാണാൻ അതിൻ്റെ ഒന്നും തേച്ചിട്ടില്ല ഞങ്ങൾ. അപ്പം ഞാൻ കണ്ട ജീവിതവും ഞാൻ കണ്ട എൻ്റെ ബാല്യമൊക്കെ ചില കുട്ടികളിൽ ഇങ്ങനെ കാണുമ്പോൾ ചെരുപ്പിൻ്റെയൊക്കെ മൊട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടിയിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നടന്നുപോയ സാഹചര്യമുണ്ട്. അപ്പോൾ ഞാൻ പക്ഷെ ഇതൊന്ന് എൻ്റയർലി ഡിഫറെന്റ് ആണ്. എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷെ അരുണേട്ടൻ പറഞ്ഞെന്നോ അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു, എത്രത്തോളം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കാരണം പെട്ടെന്ന് എല്ലാവരും പറയും ഇവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ, അല്ല ഇവരെ കൊണ്ട് നടക്കാത്ത കാര്യമല്ലേ, ഇവർക്ക് എന്താ ശ്രമിച്ചാൽ നടക്കാത്ത കാര്യമല്ലേ എന്നൊക്കെ ഞാൻ പറയും. എൻ്റെ വീട്ടിലും കിണറില്ല. ഞങ്ങൾ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ മേളിൽ ചോലയിൽ നിന്ന് ഓസിട്ടാണ് വെള്ളം കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് എന്താ കിണർ ഒഴിക്കാൻ പറ്റാത്തത്? ഞങ്ങൾ ഫിനാൻഷ്യലി അത്ര മോശമുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല. അത്യാവശ്യം റബ്ബറും പറങ്കിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെട്ടലും രാവിലെ വെട്ടിയിട്ട് സ്കൂളിൽ പോണ ലൈഫൊക്കെ ആയിരുന്നു എൻ്റെത്. ഞങ്ങളുടെ വീട്ടിൽ കുഴിക്കാൻ പറ്റിയിട്ടില്ല. സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എനിക്കത് മനസ്സിലാക്കി. അവിടെ നിന്ന് ശരിക്കും കിണർ കുഴിക്കാൻ പറ്റില്ല എന്ന് കമൻറ്റിൽ ഒരുപാട് പേര് ചോദിക്കുന്നു. ഇവരെന്താ പൊട്ടന്മാരാണോ, മണ്ടന്മാരാണോ? അപ്പം ഞാനടക്കം മണ്ടന്മാരായതാണല്ലോ എൻ്റെ വീട്ടിൽ കിണറില്ലാത്തത്. എനിക്കവിടെ കിണർ കുഴിക്കായിരുന്നു, ചിലപ്പോൾ വെള്ളം കിട്ടിയാനേ. പക്ഷെ ഞാൻ 1 കിലോമീറ്റർ പോയിട്ട് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഈ രാത്രിയിലൊക്കെ മല കയറി പോയിട്ട് ഓസിൽ വെള്ളം വലിച്ചു കൊണ്ടുവരണം. ചില സമയത്ത് ഓസ് വിട്ടുപോകും, അത് പോയി കുത്തണം. അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എല്ലാവരും കൂടി കിണർ കുത്താൻ ശ്രമിക്കായിരുന്നു. പക്ഷേ ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഒരാളില്ലാത്തതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ വാ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കിണർ കുഴിക്കാം. ഒരു 5-6 വീട്ടുകാർ ഞങ്ങളുണ്ടായിരുന്നു. അവിടെ ഒരു കിണർ കുഴിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ശ്രമിക്കായിരുന്നു. പക്ഷെ ഞങ്ങൾ ശ്രമിച്ചില്ല. അത് ശരിക്കും ഒരാൾ ഇനിഷ്യേറ്റീവ് എടുക്കാത്തതുകൊണ്ടോ എന്തുകൊണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സാഹചര്യമായിരിക്കും. ശ്രമങ്ങളൊക്കെ അവിടെ നടത്തി. അവിടെ നടത്തി, അതിനൊക്കെ റിസൾട്ടും ഉണ്ടായി. അതെ. തുടരുക. നിങ്ങളുടെ ആ ഒരു ഒരുമയും ഈ പറയുന്ന അവിടുത്തെ പ്രവർത്തനങ്ങളും ഒക്കെ ഭയങ്കര സക്സസ് ആയി മുന്നോട്ട് പോട്ടെ. നിങ്ങൾ ലോകം അറിയപ്പെടുന്ന ആൾക്കാരാവട്ടെ. ഇപ്പം തന്നെ കുറേ അറിയുന്നതാണ്. നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക്.